ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഈ ധനം എന്നത് ജീവിതത്തെ ശുഭകരമായി കൊണ്ടുപോകുവാനുള്ള ഒരു സങ്കേതമാണ് എന്ന് ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ നമ്മുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണല്ലോ ജീവിതം. ആ ജീവിതത്തെ സുഗമമാക്കി കൊണ്ടുപോകുവാനുള്ള ഊർജമാണ് ധനം. ഈ ധനത്തെ നമ്മൾ കറൻസിയുടെ മുകളിലേക്ക് ആരോപിക്കുന്ന സമയത്ത് കറൻസിക്ക് വേണ്ടിയുള്ള ജീവിതവും ഒക്കെ ആയിത്തീരുമ്പോഴാണ് ധനം എന്നത് ഒരു അശുഭ വസ്തുവായിട്ട് പലരും ധരിച്ചു പോകുന്നത്. അപ്പോ ഈ ഒളിമ്പസിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പലർക്കും ഈ ഒരു ധനത്തോടുള്ള ഒരു അകൽച്ച ഉള്ളത് എനിക്കറിയാം. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ അത്തരത്തിലാണ് ഒരുപാട് കാലം ജീവിച്ചത്. പണം കൈകൊണ്ട് തൊടാതെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എത്രയൊക്കെ ആണെങ്കിലും എന്റെ ജീവിതത്തിനു വേണ്ടുന്ന കാര്യങ്ങൾ ഒന്നും മാറിപ്പോയിട്ടില്ല. എല്ലാം വേണ്ടുന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് പലതും ചെയ്യാൻ കഴിയാതെ പോകുന്നത് ധനമില്ലായ്കയിൽ നിന്നാണ് എന്നതിൽ നിന്നാണ് പിന്നെ ധനത്തിന്റെ വഴിയിലേക്ക് ഞാനൊരു യാത്ര നടത്തി തുടങ്ങിയത്. അപ്പൊ നമ്മളുടെ കമാൻഡില് കാര്യങ്ങൾ നടക്കുന്ന രീതിയിലേക്ക് അത് വരുമ്പോഴാണ്, കാര്യങ്ങൾ നടത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് ധനം അർത്ഥവത്തായി വർക്ക് ചെയ്യുക. അപ്പൊ ഇതിലെന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇന്നത്തെ പരിശോധന. അത് നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പരിശോധിക്കുന്നത് ഇങ്ങനെയാണ്. When prosperity arises within, we create many new realms of possibility. ധർമ്മ നിർവഹണത്തിനായുള്ള ഐശ്വര്യമത്രേ ധനം. ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലായിരിക്കുമ്പോൾ നമുക്ക് ക്ലേശരഹിതമായിരിക്കാനാകുന്നു. എന്നാൽ ഐശ്വര്യം നമ്മുടെ മണ്ഡലത്തിലായി വരുമ്പോൾ നമുക്ക് വിവിധങ്ങളായ നവമണ്ഡലങ്ങളെ ഉരുവാക്കാനാകുന്നു. ധർമ്മനിർവഹണത്തിനായുള്ള ഐശ്വര്യമത്രേ ധനം. ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലായിരിക്കുമ്പോൾ നമുക്ക് ക്ലേശരഹിതമായിരിക്കാനാകുന്നു. എന്നാൽ ഐശ്വര്യം നമ്മുടെ മണ്ഡലത്തിലായി വരുമ്പോൾ നമുക്ക് വിവിധങ്ങളായ നവമണ്ഡലങ്ങളെ ഉരുവാക്കാനാകുന്നു. ഇന്നലെ യാദൃശ്യമായിട്ട് ഇവിടെ ഉണ്ടായ ഒരു ചർച്ചയിൽ ഞാൻ സംസാരിച്ചൊരു കാര്യമാണ്. അത് അപ്പൊ തന്നെ നിങ്ങൾക്കും പകരാമെന്ന് കരുതി നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇന്നത് അവതരിപ്പിക്കുന്നത്. ധനത്തെക്കുറിച്ചുള്ള പല വിഷയങ്ങളും നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഈ ധനം എന്ന് പറയുന്നത് ഐശ്വര്യമാണ് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. എന്താണ് ഐശ്വര്യം എന്ന് പറയുന്നത്? ഈശ്വരീയം നിറഞ്ഞൊരവസ്ഥ. അതായത് ഒരു രൂപീകരണം, ഒരു സത്തയുടെ രൂപീകരണം. ഞാൻ എന്നുള്ള ജീവിയുടെ, അല്ലെങ്കിൽ ഒരു ചെടിയുടെ, അല്ലെങ്കിൽ ഒരു ഫലത്തിന്റെ, അല്ലെങ്കിൽ ഒരു പ്രാണിയുടെ ശരീരം ഉണ്ടാക്കി കഴിയുമ്പോൾ പ്രകൃതി അതുകൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അല്ലെ? പ്രകൃതിയുടെ ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടിയാണ് പ്രകൃതി അതിനെ ഉരുവാക്കാൻ ശ്രമിക്കുന്നത്. ആ ധർമ്മം ഉരുവാകാനായിട്ട് അതിന് കുറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ പരിസരത്ത് കൂട്ടിമുട്ടലില്ലാതെ ചെയ്യുമ്പോഴാണ് ആ ധർമ്മം കൃത്യമായിട്ട് നിർവഹിക്കപ്പെടുക. എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോ പാട്ടുപാടാനായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവി പാട്ട് പാടുകയാണ് വേണ്ടത്. പാട്ട് പാടുന്ന സമയത്ത് അതിന്റെ വായിലേക്ക് തടസ്സങ്ങൾ ചെല്ലുകയാണെങ്കിൽ, അതിന്റെ സ്വനപേടത്തിലേക്ക് തടസ്സങ്ങൾ ചെല്ലുകയാണെങ്കിൽ അതിന് പാട്ട് പാടാൻ കഴിയില്ല. ധർമ്മം പാട്ടുപാടുക എന്നുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി ഉരുവാക്കപ്പെട്ടിട്ട് പോലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതിന് മറ്റു തടസ്സങ്ങൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ധർമ്മനിർവഹണത്തിനായി ഉരുവാക്കപ്പെട്ടിട്ടുള്ള ഒരു സത്ത അതിന്റെ ശുഭകരമായ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ അത് പ്രകൃതിയുടെ നിയമങ്ങളുമായി നേർവിധം ചേർന്നിരിക്കണം. പ്രകൃതിയുടെ നിയമങ്ങളുമായിട്ട് നേർവിധം ചേർന്നിരിക്കുമ്പോഴാണ് അതിന് ഈശ്വരീയമുള്ളത് എന്ന് പറയുക. ഈശ്വരീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലേശരഹിതമായി കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥ. ഒരു ധർമ്മം നിർവഹിക്കാൻ അതിന് ഏറ്റവും ഭംഗിയായി, ഏറ്റവും ഒപ്റ്റിമമായി നിർവഹണം നടത്താൻ ശേഷിയുള്ള സമയത്തെയാണ് നമ്മൾ ഈശ്വരീയമുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതിനാണ് ഐശ്വര്യം എന്ന് പറയുക. ഏതു കാര്യം ചെയ്യുമ്പോഴും
അത് ഏറ്റവും ശുഭകരമായി ചെയ്യുവാനുള്ള സാധ്യത, പശ്ചാത്തലം, അതിന്റെ ഡൈനാമിസം, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതിനെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. ഈ ഐശ്വര്യം എന്ന് പറയുന്നതിന്റെ ഭൗതിക രൂപമാണ്, ഐശ്വര്യം എന്ന് പറയുന്നതിന്റെ ഭൗതിക അനുഭവമാണ് ധനം എന്ന് പറയുന്നത്. ധനത്തിന്റെ രൂപത്തിൽ നമുക്കത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനാവും. ഐശ്വര്യം എന്ന് പറയുന്നത് ഏറ്റവും ക്ലേശരഹിതമായി കാര്യങ്ങളെ കൊണ്ടുപോകുവാനുള്ള അവസ്ഥയാണ്. അതിന് നമുക്ക് കൈകാര്യക്ഷമമായ രൂപത്തിൽ കയ്യിൽ കിട്ടിയിട്ടുള്ള ടോക്കണാണ് ഈ ധനം എന്ന് പറയുന്നത്. അത് കറൻസിയുടെ രൂപത്തിലാണ് ആധുനിക കാലത്ത് നിൽക്കുന്നത്. വിഭവങ്ങളുടെ രൂപത്താണ് ഇതിനു മുമ്പുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു കാട് ഉണ്ടെന്നിരിക്കട്ടെ, കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഭക്ഷിക്കാനുള്ള ഭക്ഷണം, അതിന്റെ പ്രാഥമിക നിർവഹണത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ അതിന് ചുറ്റുമുണ്ടെങ്കിൽ അത് ധനമാണ്, അത് സമ്പത്താണ്, ധനമാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റും ഉള്ള നാം ഒരു നാട്ടുജീവിയായിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നടിയിൽ നടത്തി ഉണ്ടാക്കി വരുന്ന ഭക്ഷ്യവസ്തുക്കളും നമുക്ക് വേണ്ടുന്ന പ്രകൃതി വിഭവങ്ങളും പാരിസ്ഥിതിക വിഭവങ്ങളും എല്ലാം ചേർന്നതാണ് ധനം. ആധുനിക കാലത്ത് ഇതിനെല്ലാം നമ്മൾ സ്വർണത്തിലേക്കും സ്വർണത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടിലേക്കും മാറ്റി കറൻസി എന്ന രൂപത്തിൽ അത് ഉപയോഗിച്ചു വരുന്നു. ഇപ്പൊ അത് ഡിജിറ്റൽ രൂപത്തിലാണെന്ന് മാത്രം. എന്താണെങ്കിലും ഏത് രൂപത്തിലേക്ക് അത് മാറിയാലും ഈ ധനം എന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്, ഈശ്വരീയം എന്നുള്ള അവസ്ഥയെ പ്രദാനം ചെയ്യുന്നതാണ്. ഈ ധനം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ അല്ല, ഒരു കറൻസി അല്ല, സ്വർണം അല്ല, അത് ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥ എന്ന് പറയുന്നത് പശ്ചാത്തലം കൊണ്ടും ധർമ്മങ്ങൾ കൊണ്ടും ഉദ്ദേശ്യം കൊണ്ടും അതിനെ നിർവഹിക്കുന്ന മാനസികാവസ്ഥ കൊണ്ടും ഇതിനെല്ലാം പേറുന്ന ബോധം കൊണ്ടുമാണ് ഉരുവാകുന്നത്. അപ്പൊ ബോധാവസ്ഥയാണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്. ആ ഐശ്വര്യമാണ് ധനം എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മനിർവഹണത്തിനായിട്ടുള്ള ഐശ്വര്യം, ഈശ്വരീയം നിറഞ്ഞൊരവസ്ഥ, ക്ലേശരഹിതമായി ധർമ്മനിർവഹണത്തിന് നമ്മെ പാകപ്പെടുത്തുന്ന പശ്ചാത്തലങ്ങൾ എല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ധനം എന്ന് പറയുക. ഈ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ചുറ്റുമുണ്ട്. എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു, അവർ എന്റെ കരുതലിലാണ്, അല്ലെങ്കിൽ അവർ എന്നെ കരുതിക്കൊണ്ടിരിക്കുന്നു, അവരെനിക്ക് കരുതൽ നൽകുന്നുണ്ട്, അവർ എനിക്ക് വേണ്ടുന്ന പശ്ചാത്തലങ്ങൾ നൽകുന്നുണ്ട്, സ്നേഹം നൽകുന്നുണ്ട്, നിർദ്ദേശം നൽകുന്നുണ്ട്. അങ്ങനെയെല്ലാം ഒരു ജൈവമായ സത്തയ്ക്ക് നിലനിൽക്കാൻ ആവശ്യമായത് എന്തെല്ലാമാണോ അതെല്ലാം എന്റെ രക്ഷിതാക്കൾ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലാണ്. കാരണം ഞാനൊന്ന് വീഴാൻ പോവുകയാണെങ്കിൽ അവരത് താങ്ങിയെടുക്കും, അവരുടെ ശ്രദ്ധയുണ്ടെങ്കിൽ. എനിക്ക് വിശപ്പ് വരുമ്പോൾ അവർ ഭക്ഷണം തരും. അപ്പോ എന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ പാകത്തില് പ്രകൃതി നമ്മെ ഗർഭപാത്രത്തിൽ കരുതുന്നത് പോലെ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്നവർ നമ്മളെ കരുതിയിരിക്കുമ്പോൾ നമ്മൾ ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലാണ്. അങ്ങനെ ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലായിരിക്കുമ്പോൾ നമ്മൾ ക്ലേശരഹിതമായി മുൻപോട്ട് പോകും. അപ്പോ പ്രകൃതി അല്ലെങ്കിൽ രാജ്യം, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം, അതല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്നുള്ളത് നമ്മളെ കരുതുന്ന ഒരവസ്ഥയാണ് ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലായിരിക്കുക എന്ന് പറയുന്നത്. ക്ലേശരഹിതമായി നമുക്ക് പോകാൻ കഴിയും. ഇത് മാത്രമല്ല കേട്ടോ, പ്രകൃതിയോ ഭൂമിയോ അല്ലെങ്കിൽ മാതാപിതാക്കളോ മാത്രമല്ല, നമ്മുടെ ബോധം, നമ്മുടെ പശ്ചാത്തലം, പ്രകൃതി നിയമങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർന്ന് വരണം. എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ക്ലേശരഹിതമായിരിക്കുക. അപ്പൊ അല്ലെങ്കിൽ ഇപ്പോ വളരെ സമ്പന്നരായ ഒരു രക്ഷിതാക്കൾ, അറിവും സ്നേഹവും കരുതലും ഒക്കെ ഉള്ള രക്ഷിതാക്കൾ, പക്ഷെ അവരുടെ കുഞ്ഞിന് ഒരു അസുഖം വരുന്നു എന്നിരിക്കട്ടെ, അവിടെ ക്ലേശം വന്നു ചേരും. അപ്പോ ഈ ബോധവും പശ്ചാത്തലവും എല്ലാം ചേർന്ന് വരുമ്പോഴേ മാത്രമാണ് ഈ ക്ലേശരഹിതമായിരിക്കാൻ കഴിയും. അപ്പോഴാണ് ഐശ്വര്യമുണ്ട് എന്ന് പറയും, ഈശ്വരീയത്തിലായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുക. അപ്പോ ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലായിരിക്കുമ്പോൾ നമുക്ക് ക്ലേശരഹിതമായിരിക്കാൻ കഴിയുന്നു. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ ഐശ്വര്യം നമ്മുടെ മണ്ഡലത്തിലായി വരുമ്പോൾ ആണ് വിവിധങ്ങളായ നവമണ്ഡലങ്ങളെ നമുക്ക് ഉരുവാക്കാനാവുക. എന്താണ് ഐശ്വര്യം നമ്മുടെ മണ്ഡലത്തിൽ വരിക എന്നുള്ളത്? ഐശ്വര്യം എന്നുള്ളത് ഒരു ബൃഹത് മണ്ഡലം. ആ മണ്ഡലത്തിൽ നാം എന്നുള്ള സത്ത അവിടെ പോയി ഇരിക്കുന്നതിനെയാണ് ഐശ്വര്യത്തിന്റെ മണ്ഡലത്തിലായിരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ ഐശ്വര്യം വന്നെത്തുക എന്ന് പറയുന്നത് എന്താ? ഇത് ആദ്യം പറഞ്ഞതും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. നമ്മുടെ മണ്ഡലമാണ് ഐശ്വര്യത്തെ ഉരുവാക്കുന്നതെങ്കിലോ, നമ്മുടെ മണ്ഡലം ഐശ്വര്യം എന്നുള്ള ആ ക്ലേശരഹിതമായ ഒരവസ്ഥയെ ഉരുവാക്കുന്നതാണെങ്കിലോ, അങ്ങനെയാകുമ്പോ അത് ഉരുവാക്കാനുള്ള ശേഷി നമ്മിൽ ഉണ്ട് എന്നർത്ഥം. നാം ക്ലേശരഹിതമായ പശ്ചാത്തലത്തിലായിരിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒരുങ്ങുന്നതാണ് ആദ്യത്തെ കണ്ടീഷൻ.
രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ പറയുന്ന അവസ്ഥ, അതായത് ഐശ്വര്യം നമ്മുടെ മണ്ഡലത്തിലായിരിക്കുക എന്ന് പറയുന്നത് വെച്ചാൽ, ഈ ഐശ്വര്യം എന്ന് പറയുന്ന ക്ലേശരഹിതമായ ഒരു അവസ്ഥയെ നാം ഉരുവാക്കുന്നു. നമ്മുടെ ചിന്ത കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ധിഷണ കൊണ്ട്, നമ്മുടെ നിയോഗം കൊണ്ട് നമ്മൾ ഉരുവാക്കുന്നു. ഇതാണ് ഐശ്വര്യം നമ്മുടെ മണ്ഡലത്തിലായി വരിക എന്ന് പറയുന്നത്. നാമാണ് അതിനെ ഉരുവാക്കുന്നത്. അങ്ങനെ നാം അതിനെ ഉരുവാക്കുന്ന സമയത്ത് ഐശ്വര്യമുള്ള ഒരു മണ്ഡലത്തെ, ആദ്യം രക്ഷിതാക്കൾ നമുക്ക് നൽകി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മണ്ഡലത്തെ നമുക്ക് നമ്മെ ഉപജീവിക്കുന്നവർക്കായിട്ട് ഉരുവാക്കാനാകും. അങ്ങനെ ഒരു അവസ്ഥയെ ഉരുവാക്കാനാകുന്ന സമയത്ത് നമുക്ക് ആ ഉരുവാക്കലിന്റെ ആൽഗോരിതം, നിർദ്ധരണി നമുക്ക് ബോധ്യവും. എങ്ങനെയാണ് ഐശ്വര്യപൂർണമായ ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഒരു ചെണ്ട ഉണ്ടാക്കുന്ന ഒരു ആശാരിക്ക് ചെണ്ട ഉണ്ടാക്കി പരിചയം വന്നു കഴിയുമ്പോൾ അയാൾക്ക് രണ്ടാമത്തെ ചെണ്ട ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അയാളുടെ വർക്ക്മാൻഷിപ്പ് കൊണ്ട് അയാൾ പഠിച്ചതാണ്, അയാൾ അതിനെ പ്രാക്ടീസ് ചെയ്തതാണ്. ഇപ്പൊ രണ്ടാമതൊന്നും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ നമ്മൾ ഐശ്വര്യപൂർണമായ ഒരു അവസ്ഥയെ ജനറേറ്റ് ചെയ്യാനായിട്ട് ശീലിച്ചു കഴിയുമ്പോൾ, പരിശീലിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒന്ന് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോ നമുക്ക് ഒരു മണ്ഡലമല്ല, നമ്മുടെ മണ്ഡലത്തിലേക്ക് ഐശ്വര്യത്തെ നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ മണ്ഡലം പോലെ തന്നെ ഒട്ടേറെ മണ്ഡലങ്ങളെ നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ ഐശ്വര്യം എന്ന് പറയുന്ന ഒരവസ്ഥയുടെ മണ്ഡലത്തിലായിരിക്കുമ്പോൾ ക്ലേശരഹിതമായിരിക്കും നല്ലത്. പക്ഷെ ഈ ഐശ്വര്യം എന്നുള്ളത് നമ്മളല്ല പ്രദാനം ചെയ്യുന്നതെങ്കിലോ നമുക്ക് പുതുമണ്ഡലങ്ങളെ ഉണ്ടാക്കാനാകില്ല, പുതുതായിട്ടൊന്നും ചെയ്യാനാവില്ല. അപ്പോ പുതുതായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐശ്വര്യത്തെ നിർമ്മിക്കാൻ കഴിയും, ധനത്തെ നിർമ്മിക്കാൻ കഴിയും. ധനം എന്ന് പറയുന്നത് ആ കറൻസി അല്ല എന്ന് മനസ്സിലാക്കുക. കറൻസി അടക്കം ഇന്ന് ആധുനിക കാലത്ത് കറൻസിക്ക് പ്രാധാന്യമുണ്ട്. കറൻസി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ധനത്തെ, ഐശ്വര്യത്തെ. അതുകൊണ്ട് തന്നെ കറൻസിയെ കൂടെ നമുക്ക് പരിഗണിക്കണം. ഈ കറൻസി അടക്കമുള്ള എല്ലാ ഐശ്വര്യത്തെയും നിർമ്മിക്കാൻ മാനസികമായിട്ടുള്ള ഐശ്വര്യം, ആരോഗ്യപരമായ ഐശ്വര്യം, വിഭവപരമായ ഐശ്വര്യം, ബന്ധുബലത്തിൻ്റെതായ ഐശ്വര്യം, ഈ എല്ലാത്തരം ഐശ്വര്യങ്ങളും സുഗമമായി ഉരുവാക്കാനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ നമുക്ക് പുതിയ 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 മണ്ഡലങ്ങളെയും പുതിയ ധനത്വത്തെയും അവിടെയെങ്ങും ഐശ്വര്യം സമ്പൂർണമായി നിറഞ്ഞു നിൽക്കും. അവിടെ നമ്മുടെ ശേഷി കൊണ്ട് തന്നെ നാം തന്നെ ഈശ്വരൻ ആയി മാറും, ക്ലേശരഹിതൻ ആയി മാറും. ഈ അവസ്ഥയാണ് നാം ഉരുവാക്കേണ്ടത്. അതായത് സമ്പന്നത എന്ന് പറയുന്നത്, ധനത്വം എന്ന് പറയുന്നത്, ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉരുവാകേണ്ടത്. പുറത്തു നിന്നും കിട്ടുന്നതിനെ സ്വീകരിക്കലല്ല നാം ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്നും ഉരുവാക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്നും ഉരുവാക്കി നമുക്ക് ചുറ്റുമുള്ളതിലേക്ക് പ്രദാനം ചെയ്യുക. അവരും അതുപോലെ ഉരുവാക്കട്ടെ, അത് നമ്മിലേക്കും പ്രദാനം ചെയ്യട്ടെ. ഇങ്ങനെ പരസ്പരാനന്ദത്തിൽ ആയിരിക്കുമ്പോഴാണ് ഒരു നല്ല ജനത, ഒരു നല്ല വ്യവസ്ഥ, ഒരു നല്ല സമൂഹം, ഒരു നല്ല ഭൗമ സംവിധാനം ഉണ്ടാകുക. അത്തരത്തിലായിരിക്കാൻ നിങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.